ക്രൈംബ്രാഞ്ചിന് ഇങ്ങനൊരു കേസെടുക്കാൻ കഴിയില്ല നിയമപരമായിട്ട്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. കാരണം ഒരു 154 CRPC അല്ലെങ്കിൽ BNS അനുസരിച്ച് ഒരു പോലീസ് സ്റ്റേഷൻ്റെ ചാർജുള്ള ഒരു ഓഫീസർക്ക് മാത്രമേ കേസെടുക്കാൻ കഴിയുള്ളൂ. ക്രൈംബ്രാഞ്ചിൻ്റെ ജോലി ലോക്കൽ പോലീസ് എടുക്കുന്ന കേസുകൾ വീണ്ടും കൂടുതലായ വ്യാപകമായ അന്വേഷണത്തിന് വേണ്ടി അത് ക്രൈംബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ക്രൈംബ്രാഞ്ച് ട്രാൻസ്ഫർ ചെയ്യുന്ന കേസുകൾ അവിടെ രജിസ്റ്റർ ചെയ്യണമെന്നാണ്. ഞാൻ ക്രൈംബ്രാഞ്ച് അഡ്മിനിസ്ട്രേഷൻ്റെ DYSP ആയിട്ട് ഇരുന്ന ആളാണ്. കേരളത്തിലെ മുഴുവൻ ജൂറിസ്ഡിക്ഷനുള്ള ഒരാളായിട്ട് ഇരുന്നതാണ്. അപ്പം അവിടെ സോമോട്ടോ ആയിട്ട് കേസ് എടുക്കുന്ന ഏത് സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു മർഡർ കേസ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു, ക്രൈംബ്രാഞ്ചിലേക്ക് ലോക്കൽ പോലീസ് എടുത്ത കേസ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ അവിടുത്തെ DYSP ആ കേസ് രജിസ്റ്റർ ചെയ്യും. ഒരു പുതിയ FIR കൂടെ എടുക്കും, പുതിയ FIR നമ്പർ വരും. അതിനുശേഷം അത് അവർ അന്വേഷിക്കും. ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് കണക്റ്റായിട്ട് കുറേ കേസുകൾ വന്നാൽ ആ കേസുകൾ അവിടെ തന്നെ രജിസ്റ്റർ ചെയ്യാം. ഇതാണ് അതിൻ്റെ പ്രൊവിഷൻ.